ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. രാജ്യത്തെ മൊബൈൽ ഉപഭോക്താക്കൾക്ക് വീണ്ടും വിലക്കയറ്റ ഭീഷണി. 2026 ജൂലൈയോടെ ടെലികോം സേവനദാതാക്കൾ അടുത്തഘട്ട താരിഫ് വർധനയ്ക്ക് തയ്യാറെടുക്കുകയാണെന്ന് റിപ്പോർട്ട്. ജിയോ IPO ഉൾപ്പെടെയുള്ള വിപണി നീക്കങ്ങൾ നിരക്ക് വർധനയ്ക്ക് വഴിയൊരുക്കുമെന്ന വിലയിരുത്തലാണ് അനലിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യത്ത് മൊബൈൽ റീചാർജ് നിരക്കുകൾ വീണ്ടും കൂടാൻ സാധ്യത. 2026 ജൂലൈയോടെ ടെലികോം സേവനദാതാക്കൾ അടുത്തഘട്ട താരിഫ് വർധന ആരംഭിച്ചേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ശരാശരി ഹെഡ്ലൈൻ താരിഫിൽ ഏകദേശം 15% വരെ വർധന പ്രതീക്ഷിക്കുന്നു. മാർച്ചോടെ നിരക്കുകൾ ഉയരുമെന്നായിരുന്നു മുൻകണക്ക്. എന്നാൽ ജിയോ പ്ലാറ്റ്ഫോംസ് IPOയും വോഡാഫോൺ ഐഡിയയുടെ ഫണ്ട് റൈസിംഗും കാരണം സമയക്രമത്തിൽ മാറ്റമുണ്ടായി. ജിയോ IPO പൂർത്തിയായതിനു പിന്നാലെ മൊബൈൽ നിരക്കുകൾ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ IPOയായേക്കുമെന്ന് കണക്കാക്കുന്ന ജിയോയുടെ ഓഹരി വിൽപ്പനയ്ക്ക് $1,33,182 ബില്യൺ വരെ മൂല്യം പ്രതീക്ഷിക്കുന്നു. IPO കഴിഞ്ഞാൽ ലാഭവും നിക്ഷേപകർക്ക് വരുമാനവും ഉറപ്പാക്കേണ്ട സമ്മർദ്ദം വർദ്ധിക്കുമെന്നും അതിന്റെ ഭാഗമായി ജിയോ 1020% വരെ താരിഫ് വർദ്ധിപ്പിക്കാമെന്നുമാണ് ജെഫ്രീസ് റിപ്പോർട്ട് പറയുന്നത്. അതേസമയം കടക്കിണിയിലുള്ള വോഡാഫോൺ ഐഡിയയ്ക്ക് നിലനിൽപ്പിനായി 2027-2030 കാലയളവിൽ 45% വരെ മൊബൈൽ നിരക്ക് വർധന ആവശ്യമായി വരുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 500 ദശലക്ഷത്തിലധികം ഉപഭോക്താക്കളുള്ള ജിയോയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ടെലികോം ഓപ്പറേറ്റർ. ലോകത്തിലെ ഏറ്റവും വലിയ 5G ഫിക്സഡ് വയർലെസ് ആക്സസ് ബിസിനസ്സും ജിയോയുടെ കൈവശമാണ്. ഇതോടെ IPOയും താരിഫ് വർധനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ടെലികോം മേഖലയിലുടനീളം ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കരുത്തുറ്റ ബാറ്ററിയുമായി ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ പുതുമ കൊണ്ടുവരാൻ റിയൽമിയുടെ പുതിയ ഫോണായ റിയൽമി P4 പവർ ജനുവരി 29-ന് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കും. ഒറ്റ ചാർജിൽ ദീർഘകാല ഉപയോഗം ഉറപ്പു നൽകുന്ന ഫോണായിരിക്കും P4 പവർ എന്നാണ് സൂചന. ഒറ്റ ചാർജിൽ 32.5 മണിക്കൂർ വീഡിയോ സ്ട്രീമിംഗ്, 21.3 മണിക്കൂർ നാവിഗേഷൻ, 185.7 മണിക്കൂർ മ്യൂസിക് സ്ട്രീമിംഗ് എന്നിവ സാധ്യമാകുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. കൂടാതെ 4 വർഷത്തേക്ക് 80% ബാറ്ററി ഹെൽത്ത് ഉറപ്പു നൽകുന്ന റിയൽമി ഈ പരിധിക്ക് താഴെയായാൽ ഫോൺ സൗജന്യമായി മാറ്റി നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. 80 വാട്ട്സ് വയേർഡ് ഫാസ്റ്റ് ചാർജിങ്ങും 27 വാട്ട്സ് റിവേഴ്സ് വയേർഡ് ചാർജിങ്ങും പിന്തുണയുള്ള ഫോണിന്റെ ഭാരം വെറും 219 ഗ്രാം മാത്രമാണ്. വലിയ ബാറ്ററി ഉണ്ടെങ്കിലും സ്ലിം ഡിസൈൻ നിലനിർത്തിയതാണ് പ്രത്യേകത. 1.5K റെസൊല്യൂഷനോട് കൂടിയ 144 ഹെർട്സ് ഹൈപ്പർ ഗ്ലോ 4D കർവ് പ്ലസ് ഡിസ്പ്ലേ ഫോണിനുണ്ടാവും. 3 വർഷത്തെ OS അപ്ഡേറ്റുകളും 4 വർഷത്തെ സുരക്ഷാ പാച്ചുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. ട്രാൻസ് ഓറഞ്ച്, ട്രാൻസ് സിൽവർ, ട്രാൻസ് ബ്ലൂ നിറങ്ങളിലാണ് ഫോൺ ലഭ്യമാകുക. മീഡിയാടെക് ഡൈമൻസിറ്റി 7400 പ്രൊസസ്സർ ഫോണിന് കരുത്തു നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. ക്യാമറ വിഭാഗത്തിൽ OIS ഉള്ള 50 MB പ്രൈമറി ക്യാമറ, 8 MB അൾട്രാ വൈഡ് ലെൻസ്, മുൻവശത്തെ 16 MB സെൽഫി ക്യാമറ ഉൾപ്പെടുമെന്നാണ് പ്രതീക്ഷ. 125 GB റാം പ്ലസ് 256 GB സ്റ്റോറേജ് വേരിയന്റിന് ഏകദേശം 37,999 രൂപയായിരിക്കും വില. ഫ്ലിപ്കാർട്ട്, റിയൽമിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ്, ഓഫ്ലൈൻ സ്റ്റോറുകൾ എന്നിവ വഴി ഫോൺ വിൽപ്പനയ്ക്കെത്തുമെന്ന് കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കോമ്പാക്ട് SUV സെഗ്മെന്റിൽ പുതുമ സൃഷ്ടിക്കാൻ സ്കോഡ കുഷാക് ഫേസ് ലിഫ്റ്റ് ഒരുങ്ങുന്നു. പുതുക്കിയ സ്റ്റൈലും പ്രീമിയം ഡിസൈൻ ഘടകങ്ങളുമായി എത്തുന്ന സ്കോഡ കുഷാക് ഫേസ് ലിഫ്റ്റിന്റെ ടീസർ പുറത്തിറങ്ങി. സ്ക്വാഡ ഇന്ത്യ ഫേസ് ലിഫ്റ്റ് ചെയ്ത കുഷാക് കോമ്പാക്ട് SUV ഉടൻ അനാച്ഛാദനം ചെയ്യുമെന്ന സൂചന നൽകി പുതിയ ടീസർ പുറത്തിറക്കി. ഔദ്യോഗിക ലോഞ്ചിന് മുന്നോടിയായി പുറത്തുവിട്ട ഈ ടീസർ വാഹനത്തിന്റെ ലൈറ്റിംഗ് ഘടകങ്ങളിലേക്കാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിലൂടെ പുതിയ ഡിസൈൻ മാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കുന്നു. മുൻ ടീസറുകൾ കുഷാക്കിന്റെ രൂപരേഖ മാത്രം കാണിച്ചിരുന്നുവെങ്കിൽ പുതിയ വീഡിയോയിൽ LED ലൈറ്റിംഗ് സിഗ്നേച്ചറുകൾ വ്യക്തമായി ദൃശ്യമാകുന്നു. ബാഹ്യ രൂപകൽപ്പനയിൽ കുഷാക് ഫേസ് ലിഫ്റ്റിന് മുന്നിൽ ഫുൾ വിഡ്ത്ത് LED DRL സ്ട്രിപ്പ്, കൂടുതൽ മൂർച്ചയുള്ള ഹെഡ്ലാമ്പുകൾ, പുതുക്കിയ ഗ്രിൽ എന്നിവ ലഭിക്കുമെന്നാണ് സൂചന. പിന്നിൽ കണക്റ്റഡ് LED ലൈറ്റ് ബാർ, ടെയിൽ ഗേറ്റിൽ പ്രകാശിക്കുന്ന സ്ക്വാഡ ലോഗോ എന്നിവയും കാണാം. ഇതോടെ SUVക്ക് കൂടുതൽ വിശാലവും പ്രീമിയവുമായ ലുക്ക് ലഭിക്കും. ഇന്റീരിയർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ക്യാബിനിൽ ഫീച്ചർ അപ്ഗ്രേഡുകളും സാങ്കേതിക മെച്ചപ്പെടുത്തലുകളും പ്രതീക്ഷിക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.